കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെരമ്യാവിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു ഭാഗ്യവാനായ ഒരു മനുഷ്യനെക്കുറിച്ച് കാണപ്പെടുന്നു. ഇന്ന് പലരും നാം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഭാഗ്യം കെട്ടവൾ അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തവൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നല്ലത് വിചാരിച്ചാലും എനിക്ക് നടക്കത്തില്ല, ഞാൻ വളരെ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് തന്നെത്താനെ പഴിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. പക്ഷേ ഒരു ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഇവിടെ കാണുന്നു. അപ്പോൾ ഒരു ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കുമെന്ന് അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യെരമ്യാവ് പറയുകയാണ്: അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരിന്നിരിക്കുകയെന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് എന്നാണ്. അപ്പോൾ ഒരു മഴ ഇല്ലാത്ത ഒരു സമയം വരും, വരൾച്ചയായ ഒരു സമയം വന്നാലും അതിൻ്റെ ഇലകൾ ഉതിർന്നു പോകുകയില്ല, വാടിപ്പോകുകയില്ല എന്ന് പറയുന്നു. കാരണം എന്തുവെച്ചാൽ അതിൻ്റെ ഒരു നീർച്ചാലുകളുടെ അടുത്താണ് അതിൻ്റെ നിൽപ്പായതുകൊണ്ട് ആ നീർച്ചാലുകളിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് തനിക്ക് വേണമെന്നുള്ള ആഹാരം അതെടുക്കുകയാണ്. പ്രിയ ദൈവപൈതൽ, ഒരു ദൈവ പൈതൽ അങ്ങനെയാണ്. ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന് അടുത്തിരിക്കുമ്പോൾ എത്ര കഷ്ടതകളും പ്രയാസങ്ങളും വന്നാലും അത് തൻ്റെ കാലത്ത് തൻ്റെ ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ അവനും തനിക്കുള്ള ഒരു ആത്മീക ബലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കും എന്ന് വചനം പറയുന്നു. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ഭാഗ്യമില്ലാത്തവരല്ല. ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനാണ് എന്ന് ബൈബിൾ പറയുന്നത് പോലെ നാം എപ്പോഴും ആറ്റരികത്തിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ, നീർച്ചാലുകളുടെ അടുത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ തന്നെ കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദിനം പ്രതി പ്രാപിക്കുന്ന ഒരു മനുഷ്യരായി ജീവിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഈ വിഷയിച്ച് കേട്ടുകൊണ്ടിരുന്ന ഓരോ പൈതങ്ങളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവേ, തങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം കെട്ടവർകളെന്ന് കർത്താവെ അവർ തങ്ങളെ തന്നെ കർത്താവ് പഴിച്ചു മാറാതെ ദൈവസന്നിധിയിൽ കർത്താവെ നാട്ടപ്പെട്ടവരായി നീർക്കാൽ വശമായി നട്ട ഒരു മരത്തിനെ പോലെ കർത്താവ് എപ്പോഴും നിൻ്റെ രാജ്യത്തിൽ കർത്താവെ അങ്ങയുടെ വചനങ്ങളും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് എപ്പോഴും ഫലം കായ്ക്കുന്നവരായി പുഷ്ടിയുള്ളവരായി ജീവിച്ച് മുന്നേറുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.